നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി വിഷമിക്കുന്നവരും പരിശ്രമിക്കുന്നവരും ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ ഈ അത്ഭുത വാക്ക് എഴുതിയാൽ മാത്രം മതി. ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഉടനടി തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി, അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഇനി ഇത് ചെയ്യുവാൻ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, വളരെ പെട്ടെന്ന് പണത്തിനായി ആവശ്യം വരുമ്പോൾ മാത്രമേ ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവൂ. എന്നാൽ റെഗുലറായ പണവരവിന് വേണ്ടി ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ അത്യാവശ്യമായി പണത്തിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു സമയത്ത് ഇനി പറയാൻ പോകുന്ന സിമ്പിളായ മെത്തേഡ് പ്രയോജനപ്പെടുത്തി നോക്കൂ. അനുഭവത്തിലൂടെ തന്നെ നിങ്ങൾക്കതിന്റെ ഫലവും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതിശക്തിയാർന്ന ആ വാക്ക് ഏതാണെന്നും എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലുള്ള അത്ഭുതകരമായ സ്വിച്ച് വേർഡ് ടെക്നിക്കാണ്. സ്വിച്ച് വേർഡ്സ് എന്നാൽ എന്താണെന്ന് ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീഡിയോ ആദ്യമായി കാണുന്നവർക്കായി ഒരു തവണ കൂടി പറയാം. ഇംഗ്ലീഷിലുള്ള അതിശക്തിയാർന്ന മന്ത്രവാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. മലയാളത്തിലും സംസ്കൃതത്തിലും എപ്രകാരമാണോ മന്ത്രങ്ങൾ ഉള്ളത്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ വാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ചില തവണ നമ്മൾ എഴുതിയാലോ അല്ലെങ്കിൽ ചൊല്ലിയാലോ ആ വാക്കിന്റെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേർഡ്സുകൾ ഇംഗ്ലീഷിൽ മാത്രമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇംഗ്ലീഷിൽ ഈ വാക്കുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ വാക്കിലുള്ള മുഴുവൻ അതിർവലകളും നമുക്ക് ലഭിക്കുന്നത്. ഉച്ചരിക്കുന്നതിനും എഴുതുവാനും വളരെ ലളിതമായ വാക്കുകളാണിത്. മാത്രമല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആഴ്മനസ്സിൽ പതിയുന്ന വാക്കുകളുമാണിത്. ഏതൊരു കാര്യമാണെങ്കിലും ശരി, അതല്ല ഏതൊരു വിഷയമാണെങ്കിലും ശരി, അത് നമ്മുടെ ആഴ്മനസ്സിൽ പതിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ്. അതാര് വിചാരിച്ചാലും തടഞ്ഞു നിർത്തുവാനോ തടസ്സപ്പെടുത്തുവാനോ സാധിക്കില്ല. ഇനി ഈ സ്വിച്ച് വേർഡ്സുകളെ സംബന്ധിച്ച് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയാലും ശരി, അതല്ല അർത്ഥം മനസ്സിലാക്കാതെ പ്രയോജനപ്പെടുത്തിയാലും ശരി, ആ വാക്കിന്റെ പൂർണ്ണ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം സ്വിച്ച് വേർഡ്സുകൾ ഉണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ്സ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള പണം ഉടനടി തന്നെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ സ്വിച്ച് വേർഡ്സിനോടൊപ്പം മറ്റൊരു ഏഞ്ചൽ നമ്പർ കൂടി ചേർത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റായി, ഇമ്മീഡിയറ്റ് ആയി നമുക്ക് ഫലം ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ പണത്തിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു സൈഡിലൂടെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമവും തുടരുക. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ്സും കൂടി എഴുതുക. കഠിനാധ്വാനമോ പരിശ്രമമോ ചെയ്യാതെ വെറും ഈ വാക്കുകൾ മാത്രം എഴുതേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ പതിവായി നിങ്ങൾ എന്തെല്ലാം കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നുവോ അത് തുടർന്ന് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ മന്ത്രവാക്കുകളും എഴുതുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്, പരിശ്രമങ്ങൾക്ക് 1000 മടങ്ങ് ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് സഹായം ചെയ്യുന്നതിന് ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരോടും സഹായം ചോദിച്ചു, ആരും തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ മന്ത്രവാക്കുകൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ഈ പ്രപഞ്ചം ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പണം കൊണ്ടുവന്ന് നൽകുന്നതാണ്. പൊതുവായി ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും ശരി, അതിന് പ്രധാനമായും ആവശ്യമുള്ളത് വിശ്വാസമാണ്. ഇത് എഴുതിയാൽ എനിക്കുറപ്പായും പണം ലഭിക്കും, വേറെ മറ്റൊരു ചിന്തയും ഉണ്ടാകുവാൻ പാടില്ല. ഇത് എഴുതിയാൽ പണം ലഭിക്കുമോ, അല്ലെങ്കിൽ ഇത് നടക്കുമോ, എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ സംശയത്തോടു കൂടി ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്താലും അതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല. മറിച്ച് ഈ ഒരു മെത്തേഡ് ചെയ്താൽ എനിക്കുറപ്പായും പണം ലഭിക്കും, ആ ഒരു വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരളവിൽ അത്രയും വിശ്വാസത്തോടു കൂടി ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്താലും അതിന് ഇൻസ്റ്റന്റായി റിസൾട്ട് ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പണത്തിനൊരാവശ്യം വരുമ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തേണ്ടത്.
ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും പുല വാലായ്മ ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെയ്യുവാൻ പ്രത്യേകമായ സമയം നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹസ്ബൻഡാണ് പണത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നതെങ്കിൽ ഭാര്യയായ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യയാണ് പണത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നതെങ്കിൽ ഭർത്താവായ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു കുടുംബത്തിലുള്ള ഏത് അംഗത്തിനും ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്ര നാളെ ഈ ഒരു ടെക്നിക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ 2 ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതിയാകും. പേപ്പറിലോ നോട്ട്ബുക്കിലോ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ വരയിട്ട പേപ്പറോ അല്ലെങ്കിൽ വരയിടാത്ത പേപ്പറോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി എഴുതുവാൻ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ 27 തവണയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. 27 തവണയിൽ കൂടുതലായോ അല്ലെങ്കിൽ കുറവായോ എഴുതുവാൻ പാടില്ല. കറക്റ്റായിട്ട് 27 ടൈംസ് ആണ് എഴുതേണ്ടത്. നീ എണ്ണം കൃത്യമാകുവാൻ 1 മുതൽ 27 വരെ നമ്പർ ഇട്ട് വെക്കുക. അതിനുശേഷം ഇത് എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിലാണ് പണം വേണ്ടതെങ്കിൽ ഈ 5 ദിവസവും ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത പ്രധാന രഹസ്യം എന്താണെന്നാൽ ഇനി ഈ വാക്ക് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ബോധാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നാൽ എത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുന്നുവോ ആ ഒരു സന്തോഷം, ആ ഒരു ഫീൽ യഥാർത്ഥത്തിൽ നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. ഈ ഒരു ഫീലോട് കൂടി വേണം ഇത് നിങ്ങൾ എഴുതുവാൻ. ഈ വാക്കുകൾ എഴുതാൻ പോകുന്നതിലൂടെ നമുക്ക് പണം ലഭിക്കാൻ പോകുന്നു എന്നൊരു മനോനില നമ്മളിൽ ഉണ്ടാകാതെ അറ്റ് പ്രസന്റിൽ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ആ ഒരു മനോനിലയോടെ ആ ഒരു സന്തോഷത്തോടു കൂടി വീഡിയോയിൽ കാണുന്ന ഈ ഏഞ്ചൽ നമ്പർ സ്വിച്ച് വേർഡ് കോമ്പിനേഷൻ 27 തവണ എഴുതുക. 1176 ബി എക്സൈറ്റഡ് സർപ്രൈസ് ബോണസ് അറൈസ് ഈസ് കൗണ്ട് നൗ ഡൺ. 1176 ബി എക്സൈറ്റഡ് സർപ്രൈസ് ബോണസ് അറൈസ് ഈസ് കൗണ്ട് നൗ ഡൺ. 1176 ബി എക്സൈറ്റഡ് സർപ്രൈസ് ബോണസ് അറൈസ് ഈസ് കൗണ്ട് നൗ ഡൺ. ഈ ഏഞ്ചൽ നമ്പർ സ്വിച്ച് വേർഡ് കോമ്പിനേഷൻ ഒരു വരിയായോ അല്ലെങ്കിൽ 2 വരിയായോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരുപാട് ധൃതിപ്പെട്ട് വേഗത്തിൽ എഴുതാതെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ഇത് എഴുതുവാൻ. ഇത് എഴുതിയതിനു ശേഷം നിങ്ങളുടെ റൊട്ടീൻ വർക്ക് ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങളും തുടർന്ന് ചെയ്യുക. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഇതൊന്ന് ഫോളോ ചെയ്തു നോക്കൂ. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എഴുതിയ ഈ പേപ്പർ കത്തിച്ചു കളയാവുന്നതാണ്. ഇനി ഏത് ദിവസമോ അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതിയ ഈ പേപ്പർ കത്തിച്ചു കളയാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നതിന് ശേഷമാണ് ഇത് കത്തിച്ചു കളയേണ്ടത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തു നോക്കൂ. കൈമേൽ ഫലം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.